അഴിയെണ്ണാം രാഹുൽ മാങ്കൂട്ടത്തിന്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം ജയിലിലേക്ക്. മൂന്നാമത്തെ പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടം ജയിലിലേക്ക് പോയിരിക്കുന്നത്. 8/4/2024 തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ വെച്ച ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ച് ഗുരുതരമായി ഉപദ്രവിച്ച കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇതാ ജയിലിലേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അഴിയെണ്ണും രാഹുൽ മാങ്കൂട്ടത്തിൽ. മാവേലിക്കര സബ് ജയിലിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഇന്നത്തെ ബ്രേക്കിംഗ് വാർത്തയാണ് നമ്മുടെ മുന്നിൽ. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന, കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വാർത്ത. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന അവരുടെ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന്റെയും ഷാഫി പറമ്പിലിന്റെയും മാത്രം പിന്തുണയിൽ പാലക്കാട്ടെ MLA ആയി മാറിയ നേതാവ്. ആ നേതാവ് ഇതാ ഇന്ന് വെറുക്കപ്പെട്ടവനായി കേരള സമൂഹത്തിന്റെ മുൻപിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യന്മാരിൽ ഒരാളായി ജയിലിലേക്ക് പോകുന്നു. ആ പീഡന പരാതിയിൽ ഒപ്പം തന്നെ FIR-ലെ പരാമർശങ്ങളൊക്കെ കണ്ടാൽ കേരളത്തിന്റെ പൊതുസമൂഹം ഞെട്ടിപ്പോകും, ഭയപ്പെട്ടു പോകും. അത്രമാത്രം വലിയ ക്രൂരതയാണ് ആ പെൺകുട്ടിയോട് ഇയാൾ കാണിച്ചിരിക്കുന്നത് എന്നാണ് FIR-ലും പരാതിയിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, പെൺകുട്ടിയുടെ മൊഴികളിലടക്കം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും കേരളത്തിന്റെ പോലീസ് അയാളെ അതിഭംഗിയായി മിന്നൽ നീക്കങ്ങളിലൂടെ പൂട്ടിയിരിക്കുന്നു. ഒരു കുഞ്ഞു പോലും അറിയാതെ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയെടുത്ത് പത്തനംതിട്ടയിൽ എത്തിച്ച കേരള പോലീസ് അല്ല ഇന്നത്തെ ഏറ്റവും വലിയ ഹീറോ. അവരല്ലാതെ പിന്നെ ആരാണ് ഇന്നത്തെ ദിവസം? അവർക്കല്ലാതെ മറ്റാർക്കാണ് അവകാശപ്പെട്ടത്? കേരള പോലീസാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹീറോ എന്നേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ അവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നില്ലേ? മാധ്യമപ്രവർത്തകർ പോലും ജില്ല വിട്ടപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്ന കാര്യം അറിഞ്ഞത്. അങ്ങനെ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചു. പത്തനംതിട്ട എയർ ക്യാമ്പിൽ ചോദ്യം ചെയ്തു IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന, പൊട്ടൻസി ടെസ്റ്റ് അടക്കം നടത്തി. അതിനുശേഷം ഇതാ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി നിയമ നടപടികൾ പൂർത്തിയാക്കി അയാളെ ജയിലിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിയമ സംവിധാനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുകയാണ്. കാരണം ഇത് വലിയൊരു സന്ദേശമാണ്, വലിയ ആത്മവിശ്വാസമാണ് കേരളത്തിലെ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. ഇയാളുടെ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഭയപ്പെട്ട് പരാതികൾ പറയാതെ നാവടക്കപ്പെട്ടു പോയ പെൺകുട്ടികളൊക്കെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നു. അതേസമയം തന്നെ ഇയാളുടെ ഇടപെടൽ മൂലം മരണപ്പെട്ട് അല്ലെങ്കിൽ പിറക്കുന്നതിന് മുൻപേ ഇല്ലാതായി തീർന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെ ജീവിതം അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു കാലം ഇയാൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞ് പോകേണ്ടി വരും. സനോജ് കൂടി ചേരുകയാണ്. സനോജ്, കൊണ്ടുപോയോ മാങ്കൂട്ടത്തിനെ അവിടെ നിന്നാ? പ്രതിഷേധമാണ് ഇവിടെ നേരിടേണ്ടത്. വിവിധ യുവജന സംഘം ശക്തമായ പ്രതിഷേധമാണ്. സനോജ്, രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലേക്ക് അയക്കുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഏതായാലും മാവേലിക്കര സബ് ജയിലിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം റിമാൻഡിൽ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇയാളെ കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധം മജിസ്ട്രേറ്റിന്റെ ഓഫീസിന് മുൻപിലും ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ പത്തനംതിട്ട നഗരത്തിലുടനീളം സരോജ പ്രതിഷേധമാണോ അവിടെ? മനു, പോലീസ് വാഹനവ്യൂഹം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോഡിന്റെ മുന്നിൽ യുവജന സംഘടനകളുടെ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ടാണ് പോലീസ് വാഹനവ്യൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ശക്തമായ പ്രതിഷേധം ഇവിടെയും ഉണ്ടായി. എന്നാൽ ആളുകളുടെ പങ്കാളിത്തക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കിയതിനു ശേഷമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് വാഹനം മുമ്പോട്ട് പോയിട്ടുള്ളത്. പോകുന്ന വഴികളിലെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വലിയ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് വാഹനവ്യൂഹം മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. കാരണം ഈ കേരളത്തിലെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പരാതികളാണ് പരാതിക്കാരി തന്റെ പരാതിയിലൂടെ പൊതുസമൂഹത്തോടും നിയമ സംവിധാനത്തിന്റെ മുന്നിലും വ്യക്തമാക്കിയത്. ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പലതും, അല്ലെങ്കിൽ ആ മൊഴിയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അതിക്രൂരമായ ലൈംഗിക വൈകൃതമാണ് ഈ രാഹുൽ മാങ്കൂട്ടം ആ സ്ത്രീകൾക്ക് നേരെ നടത്തിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള ഒരു പരാതിയുടെ സ്വഭാവം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രതി, അതായത് രാഹുൽ മാങ്കൂട്ടം MLA റിമാൻഡിൽ വിടുന്ന റിമാൻഡിൽ പോകുന്ന സാഹചര്യത്തിലേക്ക് പ്രഖ്യാപനം ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി മാവേലിക്കര ജയിലിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ മാവേലിക്കര ജയിലിലേക്ക് മാറ്റുകയും പിന്നീട് അവിടെ നിന്ന് ആവശ്യമെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാമെന്നുള്ള ഒരു തീരുമാനത്തിലുമാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. എന്തായാലും ശക്തമായ പ്രതിഷേധം, നമുക്കറിയാം ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ എത്തിയപ്പോൾ അവിടെ ശക്തമായ പ്രതിഷേധമാണ്
നേരിടേണ്ടി വന്നത്. പോലീസ് വാഹന വ്യൂഹത്തിന് മുന്നിൽ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി അണിനിരക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. അവിടെ നിന്നും വലിയ ശ്രമകരമായി യുവാക്കളെ നീക്കിയതിനു ശേഷമാണ് പോലീസിന് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് ഈ പ്രതിയുമായി എത്താൻ കഴിഞ്ഞത്. അവിടെ 10 മിനിറ്റോളമാണ് നടപടിക്രമങ്ങൾ നീണ്ടത്. 10 മിനിറ്റ് നീണ്ട നടപടിക്രമങ്ങൾക്കൊടുവിലാണ് ഈ അഞ്ജലി ദേവി, അതായത് മജിസ്ട്രേറ്റ് അഞ്ജലി ദേവി രാഹുൽ മാങ്കൂട്ടത്തെ റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് അനിവാര്യമായ പതനത്തിലേക്ക് പോയിരിക്കുന്നു. MLA ബോർഡ് വെച്ച് സഞ്ചരിച്ചിരുന്ന സ്വന്തം ജന്മനാട്ടിലൂടെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോലീസ് വാഹനത്തിൽ കയറി സബ് ജയിലിലേക്കല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ അയച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് മാവേലിക്കര സബ് ജയിലിൽ അഴിയെണ്ണാം അല്ലേ? തീർച്ചയായിട്ടും മാവേലിക്കര സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ അയച്ചിട്ടുള്ളത്. കാരണം സ്വന്തം നാട്ടിലെ ജയിലിൽ കിടക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം സ്വന്തം നാട്ടിലെ ജയില് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഈ സർക്കാരിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കാനുള്ള അവസരം ലഭിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെയാണ് മാവേലിക്കരയിലെ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യം കൊട്ടാരക്കരയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരുന്നത് എങ്കിൽ പോലും കൊട്ടാരക്കരയിൽ കുറ്റവാളികളുടെ ഒരു തിരക്ക്, അല്ലെങ്കിൽ അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കുറ്റവാളികൾ അവിടെ ഉള്ളത് കൊണ്ടാണ് മാവേലിക്കര ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി കോടതി അനുമതിയോടുകൂടി മാവേലിക്കര ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോയിട്ടുള്ളത്. 10 മിനിറ്റ് നീണ്ട നടപടിക്രമങ്ങൾ, വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹവുമായി പോലീസ് വാഹന വ്യൂഹം ഇവിടേക്ക് കടന്നു വരുമ്പോൾ പ്രതിഷേധമുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു പ്രതിക്ക് ലഭിക്കേണ്ട നിയമപരമായ പരീക്ഷയുടെ ഭാഗമായി സ്വന്തം അഭിഭാഷകരുമായി സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം പോലീസ് നൽകി. അങ്ങനെ 2 മിനിറ്റോളം കോടതി നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി അഭിഭാഷകരുമായി സംസാരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പോലീസ് അവസരം നൽകി. കാരണം അതൊരു നിയമപരമായ പരിരക്ഷയുടെ ഭാഗം കൂടിയായിട്ടാണ്. ഒരു പ്രതിക്ക് അദ്ദേഹത്തിന്റെ അഭിഭാഷകരുമായി സംസാരിക്കാനുള്ള അവകാശം നൽകേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു അവസരം നൽകിയത്. പിന്നീട് മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് പോകുന്നു. അഞ്ജലി ദേവിയാണ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഹാജരാക്കിയത്. അദ്ദേഹത്തിന് വേണ്ടി 2 അഭിഭാഷകർ ഹാജരായി. ആ അഭിഭാഷകർ പറഞ്ഞ വാദങ്ങളൊന്നും കോടതി കേൾക്കാൻ തയ്യാറായില്ല. കാരണം ഈ പരാതിയുടെ ഗൗരവം അത്രത്തോളം വലുതായിരുന്നു. ആ പെൺകുട്ടി നൽകിയിട്ടുള്ള മൊഴി അത്രമേൽ ഗൗരവ സ്വഭാവമുള്ളതായിരുന്നു. പുറത്തുപോലും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള മൊഴികളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം MLA യിൽ നിന്നും ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. ആ പരാതിയുടെ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ മാവേലിക്കര ജയിലിലേക്ക് മാറ്റിയിട്ടുള്ളത്. മനു, തീർച്ചയായും സനോജ് സുരേന്ദ്രൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നു. ഇതിലേക്ക് നയിക്കപ്പെട്ട നിർണായകമായ വിവരങ്ങൾ, ഒരുപക്ഷെ 3-ാം ബലാത്സംഗ കേസിൽ നിർണായകമായ വിവരങ്ങൾ, നേരത്തെ പുറത്തു വരുന്ന FIR, അത് IPC 376 അടക്കം ഉള്ള വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. മാത്രമല്ല FIR-ലെ കൃത്യമായ വിവരങ്ങൾ, ക്രൂരമായി പീഡിപ്പിച്ചു, വസ്ത്രങ്ങൾ വലിച്ചു കീറി, രഹസ്യഭാഗങ്ങളിൽ കടിച്ചു മുറിവേൽപ്പിച്ചു അടക്കം ഒരു വിധത്തിലും ന്യായീകരിക്കാനാകാത്ത വിധമുള്ള തനി ബലാത്സംഗം തന്നെയാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം നടത്തിയത്. പിന്നീടാണ് ഗർഭഛിദ്രത്തിലേക്ക് പോകുന്നത്. കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ പരാതി അത് മുഖ്യമന്ത്രിക്കാണ് ആദ്യം ലഭിക്കുന്നത്. അവിടെ നിന്നാണ് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ രാഹുൽ മാങ്കൂട്ടം അഴിക്കുള്ളിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും അജിംഷാദ്, അനിവാര്യമായ പതനം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഒരു MLA എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് പൊതുസമൂഹത്തിന് മാതൃകയാവേണ്ട പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ മോശമായ അനുഭവം ഒന്നല്ല ഒരുപാട് സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നത്. ആദ്യമുണ്ടായ 2 പരാതികൾ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടും അദ്ദേഹം നിയമപരിരക്ഷയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് പുറത്തു നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് 1-ലേറെ സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്വാധീനവും രാഷ്ട്രീയ പിൻബലവും ഉപയോഗിച്ചുകൊണ്ട് ആ പരാതികളൊക്കെ തേച്ചു മായ്ച്ചു കളയാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാൽ 3-ാമത് പോലീസിന് ലഭിച്ച പരാതി, മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ലഭിച്ച പരാതി, ആ പരാതിയുടെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കീഴുദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ കൃത്യമായ രീതിയിൽ അന്വേഷണവുമായി മേലുദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയും ആ പരാതിയുടെ പ്രകാരം ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ആ യുവതി നൽകിയ മൊഴി അതിക്രൂരവും പൈശാചികവുമായിട്ടുള്ള അതിക്രമമാണ് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത് എന്ന് അവർ കൃത്യമായി മൊഴി നൽകുകയുണ്ടായി. ഒപ്പം തന്നെ ഗർഭചിത്രം നടത്താൻ വേണ്ടി തന്നെ നിർബന്ധിക്കുകയും DNA പരിശോധന നടത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് തന്റെ കുട്ടിയല്ല, അത് മറ്റാരുടെയെങ്കിലും കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അധിക്ഷേപിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോനിലയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും ആ യുവതി പോലീസിന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നതിനൊപ്പം തന്നെ തന്റെ ശരീരഭാഗങ്ങളിൽ മുറിവേൽപ്പിക്കുകയും രഹസ്യഭാഗങ്ങളിലൊക്കെ തന്നെ മുറിവേൽപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഈ രാഹുൽ മാങ്കൂട്ടം
മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത്തരത്തിലുള്ള ഒരു ക്രൂരമായ പീഡനമാണ് തനിക്ക് ഇദ്ദേഹത്തിൽ നിന്നും നേരിടേണ്ടി വന്നത് എന്നും അവർ കൃത്യമായി മൊഴി നൽകി. ഈ മൊഴിയെടുത്തതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കങ്ങൾ ഓരോന്നായി അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ ഈ പാലക്കാട്ടെ ഹോട്ടലിൽ കഴിയുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് രാത്രി 12:30 അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായത്. കസ്റ്റഡി എടുക്കാൻ ചെന്ന വേളയിൽ അദ്ദേഹം ആദ്യം പോലീസുമായി സഹകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ റൂമിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡി എടുക്കുകയും പിന്നീട് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ പാലക്കാട് നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പത്തനംതിട്ട AR ക്യാമ്പിലാണ് ആദ്യം എത്തിച്ചത്. പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്ത വേളയിൽ ഈ ചോദ്യത്തോട് നിസ്സഹകരിക്കുന്ന സമീപനമാണ് രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചത്. പക്ഷേ താൻ ഇത്തരം കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന ഒരു നിഷേധാത്മക സമീപനമാണ് പതിവ് ശൈലിയിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയത്. പക്ഷേ പെൺകുട്ടിയുടെ ഡിജിറ്റൽ തെളിവുകളും ഒപ്പം തന്നെ ഈ ഭ്രൂണകൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടി എടുത്തു വെച്ചിട്ടുള്ള DNA സാമ്പിളുകളുടെ ഡിജിറ്റൽ തെളിവുകളുമൊക്കെ തന്നെ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ നിർത്തി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തോട് ചോദ്യങ്ങളൊന്നായി ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോയത്. അവിടെ ഏകദേശം 1 മണിക്കൂറിലേറെ സമയമാണ് ചെലവഴിക്കേണ്ടി വന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രി പരിസരത്ത് രാഹുൽ മാങ്കൂട്ടവുമായി പോയ പോലീസ് വാഹന വ്യൂഹത്തിന് മുമ്പിൽ നേരിടേണ്ടി വന്നത്. DYFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ശക്തമായ പ്രതിഷേധം തീർത്തു. ആ പ്രതിഷേധത്തിനിടയിലൂടെ ഈ രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് വാഹന വ്യൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. പിന്നീട് ഏറെ പണിപ്പെട്ടതിനു ശേഷമാണ് ഈ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് പോലീസ് വാഹനത്തിന് എത്താൻ കഴിഞ്ഞത്. അവിടെ എത്തിയതിനു ശേഷം ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ മൊഴി നൽകുന്നതിന് മുന്നോടി അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി 2 അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടത്തിന് ആശയവിനിമയം നടത്തുന്നതിന് ഒരു നിയമപരമായ പരീക്ഷയുടെ ഭാഗമായി അതിനുള്ള അവസരം അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകി. ഏകദേശം 2 മിനിറ്റോളം അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ സമയപ്രകാരം സ്വന്തം അഭിഭാഷകരുമായി ചർച്ചകൾ നടത്തി. അതിനുശേഷമാണ് മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക്, അതായത് പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് 2 അഞ്ജലി ദേവിക്ക് മുമ്പാകെ ഹാജരാവാനെത്തിയത്. അവിടെ ഏകദേശം 10 മിനിറ്റോളമാണ് നടപടിക്രമങ്ങൾ നടന്നത്. ആ നടപടിക്രമങ്ങൾക്കൊടുവിലാണ് ഈ പരാതിയുടെ സ്വഭാവവും ഒപ്പം തന്നെ മൊഴിയും പരിഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ റിമാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഉത്തരവിട്ടത്. അങ്ങനെയാണ് അനിവാര്യമായ പതനത്തിലേക്ക് തന്റെ സ്വന്തം നാട്ടിലൂടെ MLA ബോർഡ് വെച്ച് കാറിലൂടെ ചീറിപ്പാഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടം ഒടുവിൽ കൈവിലങ്ങ് വെച്ച് പോലീസ് വാഹനത്തിന്റെ പിൻസീറ്റിലിരുന്നു കൊണ്ട് മാവേലിക്കര സബ് ജയിലിലേക്ക് പോവേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. എന്തായാലും ഒന്നല്ല, ഒരുപാട് സ്ത്രീകളെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ ഒരു നേതാവിന്റെ അനിവാര്യമായ പതനമായി വേണം നമ്മൾ ഇതിനെ നോക്കിക്കാണാൻ. അജിംഷാദ്, തീർച്ചയായും അനിവാര്യമായ പതനം അത് തന്നെയാണ്. കാരണം പല വിധത്തിലും സോഷ്യൽ മീഡിയകളിലൊക്കെ സനോജ് സുരേന്ദ്രൻ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ തുടക്കഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഓഡിയോ സന്ദേശങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകൾ, കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പറഞ്ഞ് ന്യായീകരിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിനായി ന്യായീകരിച്ചത് കൺസെൻറ്റോടുകൂടി നടന്നതല്ലേ എന്നൊക്കെയായിരുന്നു പ്രതിരോധത്തിനായി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ സ്നേഹത്തിൻ്റെയോ ആർദ്രതയുടെയോ ഒരു വശവുമില്ലാതെ കൺസെൻ്റ് ഇല്ലാതെ കടിച്ചു കീറുകയായിരുന്നു, ബലാത്സംഗം ചെയ്യുകയായിരുന്നു, ക്രൂരമായ പീഡനം നടത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഇതാണ് ആ പെൺകുട്ടിയുടെ പരാതിയിൽ നാം വായിച്ചെടുക്കേണ്ടത് FIR പ്രകാരം. സനോജ്, തീർച്ചയായിട്ടും അത്രമേൽ ക്രൂരമായ പീഡനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നതാണ് FIR-ഉം ഒപ്പം തന്നെ മൊഴികളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത് ഇത്തരത്തിൽ ഒരു പരാതിയല്ല, സമാനമായ രീതിയിലുള്ള മറ്റ് പരാതികൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടും ആദ്യ 2 പരാതികളിലും ഇത്തരത്തിൽ സമാനമായ അതിക്രമങ്ങൾ ഈ സ്ത്രീകൾക്ക് മുൻപ് പരാതി നൽകിയ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നുവെങ്കിൽ കൂടിയും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് പുറത്ത് എന്തോ വീരകൃത്യം നടത്തിയ ആളെ എന്ന നിലയിൽ തലയുയർത്തി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് കാണാൻ കഴിഞ്ഞത്. ഇന്നലെയാണെങ്കിൽ പോലും അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ആ രാത്രിയിൽ തന്നെയാണ് മറ്റൊരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലകുനിച്ചുകൊണ്ട് പോവേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്തരമൊരു പരാതി ലഭിക്കുകയും ആ പരാതിയുടെ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് മുൻപുണ്ടായ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേക ജാഗ്രത അന്വേഷണ സംഘം പുലർത്തുകയും നാം ദൃശ്യങ്ങൾ കാണുന്ന ഇന്ന് ഇപ്പോൾ നമ്മുടെ കൈരളി ന്യൂസിന്റെ സ്ക്രീനിൽ കാണുന്ന മാവേലിക്കര ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് പാലക്കാട് MLA പോകുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാർത്താ സംഘം അതിനെ പിന്തുടരുകയാണ്. നോക്കൂ, DYFIയുടെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ ഏറ്റവും സാമൂഹിക സേവനാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ലോകം വാഴ്ത്തിയ DYFIയുടെ പൊതിച്ചോറ് വിതരണം, അത് പ്രത്യേകിച്ച് സുഖമില്ലാതെ കിടക്കുന്ന ആൾക്കാർക്കടക്കം വിതരണം ചെയ്യുന്ന പൊതിച്ചോറുകൾ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ശേഖരിക്കുന്ന അമ്മമാരുടെ ഭാഗത്തു നിന്ന്
പൊതിഞ്ഞു കൊണ്ടുവരുന്ന ആ പൊതിച്ചോറ് വിതരണത്തെ പോലും അത് അനാശാസ്യമാണ് അതിൻ്റെ മറവിൽ നടക്കുന്നതെന്ന് ഒരടിസ്ഥാനവുമില്ലാതെ ആരോപിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയോ പെൺകുട്ടികളെ ഈ വിധത്തിൽ ക്രൂരമായി പീഡനത്തിനിരയാക്കിയ ബലാത്സംഗ വീരനായ ആ രാഹുൽ മാങ്കൂട്ടമാണ് അത്തരത്തിലുള്ള പൊതുപ്രവർത്തനങ്ങളെ, സാമൂഹിക സേവനങ്ങളെ അധിക്ഷേപിച്ചത് ഒരടിസ്ഥാനവുമില്ലാതെ. എന്നിട്ട് അനാശാസ്യം കാട്ടിയതിൻ്റെ പേരിൽ ഇതാ രാഹുൽ മാങ്കൂട്ടം ജയിലിനുള്ളിലേക്ക് പോകുന്നു. ബലാത്സംഗം ചെയ്തതിൻ്റെ പുറത്ത് രാഹുൽ മാങ്കൂട്ടം ഇതാ ജയിലിലേക്ക് പോകുന്നു. നിരവധി ആക്ഷേപങ്ങൾ നാട്ടുകാർക്കെതിരെ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ നടത്തിയ രാഹുൽ മാങ്കൂട്ടം ഇത്രയധികം ക്രൂര പ്രവർത്തികൾ ചെയ്തിട്ടാണ് അതിന് മുകളിലിരുന്ന് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ രാഷ്ട്രീയ എതിരാളികളോട് സംസാരിച്ചത്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടം ഇതാ ജയിലിലേക്ക് പോകുന്നു. മാവേലിക്കര ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചില്ല. 14 ദിവസത്തെ റിമാൻഡിലേക്ക് ഇതാ മജിസ്ട്രേറ്റ് അനുവദിക്കുകയായിരുന്നു, കോടതി അനുവദിക്കുകയായിരുന്നു. കാരണം അത്രയേറെ വലിയ പീഡനമാണ് നടത്തിയത്, ബലാത്സംഗമാണ് നടത്തിയത്. മോഹിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വിളിച്ചു വരുത്തിയിട്ട് കൺസെൻ്റ് ഇല്ലാതെ കടിച്ചു കീറുന്ന ക്രൂരമായ പ്രവൃത്തി രാഹുൽ മാങ്കൂട്ടം ചെയ്തു. FIR-ലെ വിവരങ്ങളൊന്നും നാട്ടുകാരെ നിങ്ങളോട് പറയാൻ ഒരു പക്ഷേ പറ്റില്ല. ആ വിധത്തിലുള്ള ക്രൂര പീഡനങ്ങളാണ് നടത്തിയത്. രഹസ്യഭാഗങ്ങളിലടക്കം മുറിവേൽപ്പിക്കുന്നു ആ പെൺകുട്ടിയുടേത്, നിർബന്ധിക്കുന്നു. അവർ സമ്മതമില്ല എന്ന് പറയുമ്പോൾ അവരെ വേദനിപ്പിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്നും ആ പെൺകുട്ടി പറഞ്ഞ മൊഴിയിൽ ഉള്ള വാക്കുകൾ അത് FIR-ലേക്ക് എത്തുമ്പോൾ അത് ക്രൂരമാണ്, അതിക്രൂരമാണ്.